ബീഹാറിൽ കന്യാസ്ത്രീയെ പോൺ താരത്തിന്റെ പേര് വിളിച്ച് അധിക്ഷേപിച്ചതും പൊതുമധ്യത്തിൽ അപമാനിച്ചതും സമൂഹം ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു കന്യാസ്ത്രീക്ക് നേരെ വിദ്യാർത്ഥികൾ നടത്തിയ അതിക്രമം വെറുമൊരു കുട്ടിത്തമായി തള്ളിക്കളയാനാവുന്നതല്ല. ഇത് ആധുനിക ഇന്ത്യൻ യുവത്വത്തിനിടയിൽ വളർന്നുവരുന്ന അപകടകരമായ ചില സാമൂഹിക പ്രവണതകളുടെയും ഫോൺ സംസ്കാരത്തിന്റെയും നേർചിത്രമായി വേണം വിലയിരുത്താൻ. ഇത് സംഭവിച്ചത് കേവലം ഉത്സവപ്പറമ്പിലോ സിനിമാശാലയിലോ അല്ല, ഒരു വിദ്യാലയത്തിലാണെന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വിദ്യാലയങ്ങളിൽ നിന്ന് ഇതാണോ പകർന്നു കൊടുക്കുന്നതെന്ന് നാം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന ബാലപാഠങ്ങൾ അഭ്യസിക്കേണ്ടടുത്ത് ഇന്ന് സംഭവിക്കുന്നത് തീർത്തും നിർഭാഗ്യകരമായ കാര്യങ്ങളാണ്. Inside Aditya Raj ball sister. Inside sister. Inside bus gob gob only doing sister. Kachkat is doing that. Kachkat. Yes, one sister. Gob gob gob. Kachkat is inside bus sister. Kachkat. My ball sister. Very bad. Gob sister. Gob. Very bad thing inside going bus sister. Boys and girls without clothes sister. I saw sister. I saw sister. Sister, take sister. Big Why one. You people are going there inside? See sister, gob gob going na sister. Boy and girl without clothes sister. I will show you now sister. You come na sister. There sister, देखिए sister देखिए. What is going on there? गोब गोब ई ले रहा था इसका, अब बताइए. ई ले रहा था इसका, हम देखे. हम देखे sister. Gob gob going sister. गोब गोब कर रहा था ये लोग यहाँ पे. Without clothes sister, gob gob. ഇന്നത്തെ തലമുറയ്ക്ക് സ്മാർട്ട് ഫോൺ എന്നത് അറിവ് നേടാനുള്ള ഉപാധിയേക്കാൾ ഉപരിയായി അശ്ലീലതയിലേക്കും അക്രമങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിപ്പെടുവാനുള്ള ഒരു വഴിയായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി ആരെയും അധിക്ഷേപിക്കാമെന്നും ഏത് തരം താഴ്ന്ന പ്രവൃത്തിയും ചെയ്യാമെന്നുള്ള മാനസികാവസ്ഥ ഭയാനകമാണ്. കന്യാസ്ത്രീയെ അധിക്ഷേപിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തത് തന്നെ അത് വൈറലാക്കി പ്രശസ്തനാകാം എന്ന വിദ്യാർത്ഥിയുടെ വികലമായ ചിന്താഗതിയിൽ നിന്നാണ്. ഇന്ത്യൻ സമൂഹത്തിൽ എന്നും ആദരിക്കപ്പെടുന്നവരാണ് കന്യാസ്ത്രീകൾ. വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും അവർ നൽകുന്ന സേവനങ്ങൾ നിസ്തുലമാണ്. എന്നാൽ ഒരു കന്യാസ്ത്രീയെ പോൺ താരത്തിന്റെ പേര് വിളിച്ച് പരിഹസിക്കുക എന്നതിലൂടെ ആ കുട്ടികൾ തകർക്കുന്നത് ഒരു വ്യക്തിയുടെ അന്തസ്സ് മാത്രമല്ല, മറിച്ച് ഒരു ജനത കാത്തുസൂക്ഷിക്കുന്ന മര്യാദകളെ കൂടിയാണ്. ലൈംഗിക ചുവയുള്ള വാക്കുകൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉപയോഗിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന ഇന്റർനെറ്റ് സ്വാധീനത്തിന്റെയും തെറ്റായ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും ഫലമാണ്. വിദ്യാഭ്യാസം എന്നത് വെറും മാർക്ക് വാങ്ങലല്ല, മറിച്ച് സഹാനുഭൂതിയും വിനയവും പഠിക്കലാണ്. സ്വന്തം അമ്മയോ സഹോദരിയോ പോലെ കാണേണ്ട ഒരു സ്ത്രീയെ പരസ്യമായി അപമാനിക്കുവാൻ ഒരു കൂട്ടം കുട്ടികൾക്ക് ധൈര്യം ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയും കുടുംബ പശ്ചാത്തലവും എവിടെയോ പരാജയപ്പെടുന്നുണ്ട്. വസ്ത്രം നോക്കിയും മതം നോക്കിയും മനുഷ്യരെ വേർതിരിക്കുവാനും അധിക്ഷേപിക്കുവാനുമുള്ള പ്രവണതകൾ കുട്ടികളിലേക്ക് പടരുന്നത് തടഞ്ഞേ മതിയാകൂ. ഈ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകണം. ഡിജിറ്റൽ ലോകത്തെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ അന്തസ്സിനെ മുറിപ്പെടുത്തുവാനുള്ള ലൈസൻസ് അല്ലെന്ന് ഈ തലമുറയെ ബോധ്യപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.